പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ലോകത്ത് നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരാളെക്കുറിച്ച് എറണാകുളം സ്വദേശിയായ മുബീന. ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ഒരു 30 സെക്കൻഡുള്ള ഒരു റീല് കണ്ടു. ആ ഒരു 30 സെക്കൻഡാണ് ആ ജീവിതത്തെ, മുബീനയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. ആ റീൽ കണ്ട് ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് എത്തുകയായിരുന്നു. 3 മക്കളുടെ അമ്മ കൂടിയായ മുബീന വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സൗത്ത് ഏഷ്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് മെഡൽ അടക്കം സ്വന്തമാക്കിയിട്ടുണ്ട്. വെറും 1 വർഷം കൊണ്ടാണ് കഠിനാധ്വാനത്തിലൂടെ ഈ നേട്ടങ്ങളൊക്കെ തന്നെയും മുബീന സ്വന്തമാക്കിയത്. ഹായ്, എൻ്റെ പേര് മുബീന. ഞാൻ 1 ഇയറായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. 2024 മിസ് ഇന്ത്യ സെക്കൻഡ് റണ്ണറപ്പാണ്. 2025 കേരള ടൈറ്റിൽ വിന്നർ, എറണാകുളം ടൈറ്റിൽ വിന്നർ, സൗത്ത് ഏഷ്യ ഗോൾഡ് മെഡൽ ചാമ്പ്യൻ, സൗത്ത് ഇന്ത്യ ചാമ്പ്യൻ, കേരള സിൽവറാണ്. നെക്സ്റ്റ് ഇയർ മിസ് യൂണിവേഴ്സ് ഇറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാരീഡ് കഴിഞ്ഞു. 3 കുട്ടികളുണ്ട്. മോൻ +2 പഠിക്കുന്നു, ഒരു മോൾ 9-ൽ, ഒരു മോൾ 6-ൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിക്ക് പോയി 2.5 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ വയറിനൊരു ഇൻഫെക്ഷൻ വന്നു. അങ്ങനെ നാട്ടിൽ വന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് വൻകുടലിന് ഇഞ്ചുറി സംഭവിച്ചെന്നും സ്റ്റോമ പുറത്തേക്ക് ഇട്ടിട്ട് കോളോപ്ലാസ്റ്റ് ബാഗ് ഇട്ടേക്കായിരുന്നു 8 മാസത്തോളം. പിന്നെ ഞാൻ മൊബൈലിൽ നോക്കി റീൽസ് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ജിമ്മിലേക്ക് പോകണം, എൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കണം എന്നെനിക്ക് ഇഷ്ടം തോന്നി. അങ്ങനെ സർജറി 3 കഴിഞ്ഞു. അങ്ങനെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് മിസ് ഇന്ത്യ ഞാൻ ഇറങ്ങുന്നത്. ഇനി മിസ് യൂണിവേഴ്സ് ഇറങ്ങണം. പ്രോ ലെവൽ വരെ ഞാൻ എത്തി. പ്രോ കാർഡ് ആണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് ശ്വാസം മുട്ട് ഉണ്ടായിരുന്നു. ഞാൻ മന്ത്ലി 2 വട്ടം ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഇൻഹേലറിൻ്റെ ഉപയോഗം ഒരുപാട് കുറഞ്ഞു. ഹെൽത്തും ഓക്കെയാണ്. മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. അപ്പോൾ ശരിക്കും ഒരു 1 ഇയറിൽ തന്നെ അത്രയും നല്ല അച്ചീവ്മെൻറ്റ്സ് ആയാലും ഒരു സൗത്ത് ഏഷ്യ വിന്നർ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അപ്പോൾ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന യൂണിവേഴ്സ് കോമ്പറ്റീഷൻ സെലക്ഷൻ ഇന്ത്യൻ ടീമിലേക്ക് ഉണ്ടായതാണ്. പിന്നെ ഇന്ത്യൻ ടീം ഇന്ന് വൈകിട്ട് മലേഷ്യക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ട കുട്ടിയാണ്. പക്ഷേ അയാൾക്ക് സാഹചര്യം മോശം, സ്പോൺസേഴ്സൊന്നും എല്ലാവർക്കും അത്രയും ചെലവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് ആൾ പുറകോട്ട് പോയത്. എൻ്റെ സ്വയം തീരുമാനത്തിലാണ് ഞാനിത് ഇറങ്ങിയത്. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. ഞാൻ ബിഗിനി തൊട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ഞാനൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഞാൻ അതൊന്നും ബോധർ ചെയ്തില്ല. കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം നിറവേറ്റണം. കാരണം ഞാൻ പണ്ടേ എനിക്കൊരു സ്പോർട്സ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ നേരത്തെ വിവാഹം കഴിഞ്ഞത് കൊണ്ട് എനിക്ക് അതിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ആ ആഗ്രഹം ഞാനിപ്പോൾ നിറവേറ്റിക്കൊണ്ട് പോകണു. ഇനിയും എനിക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എത്തും. സ്വപ്നങ്ങൾ കാണാനും അതിന് ചിറകുകൾ വെച്ച് പിടിപ്പിക്കാനും ഏകദേശം എത്ര സമയം വേണ്ടിവരും? വെറും 30 സെക്കൻഡ്, അതായത് ഒരു റീലിൻ്റെ സമയം. ഇനി കഠിനാധ്വാനം ചെയ്യാൻ ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ നേട്ടങ്ങൾ നമ്മെ തേടിയെത്തുമെന്നതാണ് ഈ 35-കാരി നമ്മെ പഠിപ്പിക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രഗരിക്കൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. സ്നേഹ, സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും. അതിലും ഭീകരമായിരിക്കും ആ തടസ്സങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് തകർന്നു പോകുന്നത്, അല്ലേ? ഇപ്പോൾ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിട്ട് മുന്നിലേക്ക് ഇനി എന്തായിരിക്കും, മറ്റൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. അവിടെയാണ് മുബീന വ്യത്യസ്തയാകുന്നത്, അല്ലേ? ഇപ്പോൾ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു വന്നതിൽ ഒരു 30 സെക്കൻഡ് മാത്രം മതി നമ്മുടെ ജീവിതം അങ്ങ് മാറി മറിയാൻ എന്ന് ഇങ്ങനെ പ്രതിസന്ധിയിൽ തകർന്നു പോകുന്ന ഓരോരുത്തരുടെയും മുന്നിൽ പറഞ്ഞ് മുന്നേറി നിൽക്കുകയാണ് ഇപ്പോൾ മുബീന. നമ്മുടെ ജീവിതം ഒരു പോയിന്റിലെത്തുമ്പോൾ ഇപ്പോൾ പോകുന്നൊരു ട്രാക്കിൽ കൂടെയല്ല, ഒന്ന് ട്രാക്ക് മാറ്റിപ്പിടിക്കണമെന്ന് തോന്നുവാണെങ്കിലും മാത്രമല്ല അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തണമെങ്കിലും എത്ര മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് എന്നൊക്കെ നമ്മൾ ഈ കേൾക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു പകുതി സമയം മതി.
ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയം മതി എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മുബീനയിലൂടെ. ഇപ്പോൾ മുബീനയെ സംബന്ധിച്ച് മുബീനയുടെ ഒരു പാസ്റ്റ് ലൈഫ് പറയണമെങ്കിൽ 17ാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്നു. അതിനുശേഷം 3 കുട്ടികളുടെ അമ്മയാകുന്നു. കുട്ടികളുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു മുബീനയ്ക്ക് ഈ വയറിലൊരു ഗുരുതരമായ അസുഖം വരുന്നത്. തുടർന്ന് ചികിത്സ, അതിനുശേഷം ശസ്ത്രക്രിയക്കൊക്കെ വിധേയമാകേണ്ടി വരുന്നു. ഈ ശസ്ത്രക്രിയക്കിടെ മുബീനയ്ക്ക് ഈ വൻകുടലിൽ ഒരു പരിക്ക് പറ്റുകയുണ്ടായി. അതിനെ തുടർന്ന് 2 ശസ്ത്രക്രിയകൾ, അങ്ങനെ ആകെ മൊത്തം 3 ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. അപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിനെ ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു മുബീന ഈ വർക്കൗട്ട് സംബന്ധിച്ച്, ഈ ജിമ്മിലേക്ക് പോകുന്നതിനെ വർക്കൗട്ടും മറ്റുമൊക്കെ സംബന്ധിച്ചൊരു റീല്, ഒരു 30 സെക്കൻഡ് ഒരു റീല് കാണുന്നത്. അപ്പോഴായിരുന്നു ഈ ജിമ്മിലേക്ക് പോകണം, ഇത്തരത്തിൽ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനം മുബീന എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുബീന ജിമ്മിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ഒരുപാട് പേര് കളിയാക്കിയിരുന്നു. കുറ്റപ്പെടുത്തലുകളും ഒക്കെ മുബീനയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും മുബീന അതിനുവേണ്ടി പോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു മുബീന ജിമ്മിൽ ചേർന്നത്. ഇപ്പോൾ 1 വർഷമാകുന്നതേ ഉള്ളൂ. ഈ 1 വർഷത്തിനിടയ്ക്ക് നിരവധി നേട്ടങ്ങളാണ് മുബീന സ്വന്തമാക്കിയിട്ടുള്ളത്. നിരവധി മെഡൽ, അതിൽ സ്വർണ്ണ മെഡൽ അടക്കം ഉള്ളതുണ്ട്. അപ്പോൾ മുബീനയെ സംബന്ധിച്ച് മലേഷ്യയിലേക്കുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് ഇനി അടുത്ത ഒരു പടി എന്ന് പറയുന്നത്. അത് മുബീനയുടെ ഒരു സ്വപ്നവും കൂടെയാണ്. ഇന്നലെ മുബീന മലേഷ്യക്ക് പോകേണ്ടതായിരുന്നു, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു സ്പോൺസർ ഒത്തുകിട്ടിയില്ല, അതുകൊണ്ടായിരുന്നു പോകാതിരുന്നത്. ഇനി അടുത്ത വർഷത്തേക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനൊരു തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ മുബീനെ ഈ ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോൾ ആ ഒരു ലക്ഷ്യം, അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മുബീന നടത്തിയ ഒരു യാത്ര, അത് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. മുബീന തന്നെ പറയുന്നുണ്ട്, ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു, ഇൻഹെയിലർ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ആ മുബീന പറഞ്ഞു വന്നത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയതും ആ ഒരു കാര്യത്തെ പറ്റിയാണ്. കാരണം 2 നേരമൊക്കെ ഇൻഹേലർ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ ഇല്ല എന്നുള്ളതാണ്. ഒരു 30 സെക്കൻഡ് റീല് കാണുന്നു, പിന്നീട് ഈ മേഖലയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഫിസിക്കലി മെന്റലി ഒക്കെ ഞാനിപ്പോൾ ഓക്കെ ആണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ മുബീന സംസാരിക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ സ്വപ്നത്തിലേക്കൊക്കെ ഇനിയും ഒരുപാട് പറക്കാനുണ്ട്. സ്പോൺസറെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. പക്ഷേ ആ ഒരു പ്രതിസന്ധിയും കൂടി ഇനി കടന്നു കിട്ടും, അത്രത്തോളം ഒരു ആത്മവിശ്വാസം മുബീനയിൽ കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ പടികളും വിജയിച്ച് കയറട്ടെ, ആശംസകൾ നേരുകയാണ്.